കട്ട് ചെയ്ത് തരാൻ. അവൻ കട്ട് ചെയ്തോ, കറിക്ക് കട്ട് ചെയ്ത് ഞാൻ കറി വെക്കണ്ട, നിന്റെ രീതി പറഞ്ഞാ. നീ എങ്ങനെ വെക്കാറ്? എന്റെ രീതി പെട്ടെന്ന് എഴുതിർത്തോട്ടെ, അല്ലെ നോട്ട് ചെയ്ത് വെച്ചോ. പറ. ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടാക്കി കഴിയുമ്പോ അതിനകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തിളച്ചിങ്ങനെ മറ്റിങ്ങനെ പൊട്ടിത്തെറിക്കൂലേ, ആ സമയം സവാള എടുത്തിടാം. സവാള ഇങ്ങനെ വരട്ടി ഇടുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ട് നുള്ളു മഞ്ഞപ്പൊടി ഇങ്ങനെ ഇളക്കി 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 സവാള ഇങ്ങനെ ഗോൾഡൻ കളർ പോലെ ഇങ്ങനെ വരും. അപ്പൊ എന്ത് ചെയ്യണം? ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. അതിങ്ങനെ പച്ചക്കുത്തക്കിന് പൂലോ. അതിനുശേഷം നമ്മുടെ മസാലകൾ ഇടാം. മുളക് പൊടി ഒരു സ്പൂൺ ഇടണം. പിന്നെ മഞ്ഞപ്പൊടി, കടുക്, അത് മറിച്ച് കടുകല്ല മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ, മറ്റുള്ള ഗരം മസാല, മല്ലിപ്പൊടി, അത് അതിന് കണക്കൊന്നുമില്ല. ഞാൻ അങ്ങനെ അതിന് ഒരു കണക്കുണ്ട്. അതിങ്ങനെ വിതിരി ഇങ്ങനെ ഇടാം. അണ്ടിങ്ങനെ ഇളക്കാം. പച്ച കുത്തു പോണവരെ ഇളക്കാം. കുത്തു പോയി മണം വരും. മണം വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ആ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ തിളയ്ക്കും. തിളച്ച് പിന്നെ ഒരു മണം വരും. അപ്പൊ നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം? നേരത്തെ മസാല പരട്ടി വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണു. അത് പരട്ടി വെച്ചിട്ടുണ്ടോ? ഇച്ചിരി മഞ്ഞപ്പൊടിയും തേച്ച് പരട്ടി വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിനകത്തേക്ക് ഇടാം. അയ്യോ, തക്കാളി എവിടെ? സവാള കഴിഞ്ഞിട്ട് തക്കാളി ഇടണം. അത് മറന്നു. തക്കാളി ഇല്ലാത്ത പ്രവാസിക്കാരി ഇല്ല ഇവിടെ. തക്കാളി ഇടണം. മറന്നു പോയി തക്കാളി ഇട്ടു. എന്നിട്ട് ഈ ചിക്കൻ എടുത്ത് അതിനകത്ത് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇച്ചിരി വെളിച്ചെണ്ണ കൂടി വയ്ക്കുക. ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക. 10 മിനിറ്റ് മൂടി വെച്ചോ. ചിക്കനെ വന്നുമ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. തുറന്നിട്ട് ചിക്കൻ മണം ഉണ്ടെന്ന് നോക്കണം. ഒരു മണം വരും. മണം വന്നു കഴിയുമ്പോൾ ഒന്നും കൂടി തിളപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ, ഇത്തിരി വേപ്പിലും കീരിയോട്ട് ഇട്ടാൽ അടച്ചൊക്കെ മൂടിയൊക്കെ കടന്നുറങ്ങാം. ഞാൻ വരുമ്പോൾ ചോറ് തരാം. ഒരു പാട്ടൊക്കെ കേട്ട് ചാച്ചൻ്റെ റെസിപ്പി അങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാനും ഈ ചിക്കനും തമ്മിലുള്ള മൽപ്പിടുത്തായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ചാച്ചൻ്റെ ഉറക്കം കഴിഞ്ഞത് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഡ്യൂട്ടിക്ക് പോയി തിരിച്ച് വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. ചിക്കൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സിങ്കും ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കനും പരട്ടി വെച്ചു. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചാച്ചൻ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെയൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും ചാച്ചൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഓഫ് ഞാൻ ഉണ്ടാക്കണ പോലെ ഒന്നും ആയിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം റെസിപ്പിന്ന്. അതുകൊണ്ടാണ് ചാച്ചൻ പറഞ്ഞു തന്ന പോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ഇനി ചാച്ചൻ്റെ അടുത്ത് ചോദിക്കാം. കഷ്ണം കൂട്ടി കഴിക്കേ. ശരിക്കും ആണോ? മസാല കൂടിയാ? നീ ഇങ്ങനെ ഇടാൻ പറഞ്ഞ രീതിക്ക് തന്നെ ഞാൻ ഇങ്ങനെ ഇട്ടു. ആണല്ലേ? ഈ മസാല കുത്തന്റെ എല്ലാ കറിക്കും തൈരുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ?